ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ INTJ ഗേൾസിൻ്റെ അല്ലെങ്കിൽ INTJ ഫീമെയിൽസിൻ്റെ ഇമോഷണലായിട്ടുള്ള ഒരു ആസ്പെക്റ്റിനെ കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്കറിയാവുന്ന INTJ ഫീമെയിൽസിനെ കുറിച്ചും ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ വായിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചും എക്സ്പീരിയൻസിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പങ്കുവയ്ക്കുന്നത്. എല്ലാ INTJs ഇങ്ങനെ ആവണമെന്നില്ല. അവരുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ അനുസരിച്ചൊക്കെ. അപ്പോൾ നോക്കാം. INTJ ഫീമെയിൽസിൻ്റെ പൊതുവൊരു അവസ്ഥ എന്ന് വെച്ചാൽ നല്ല ബോൾഡായിരിക്കും. ബോൾഡ് ഇൻ ദ സെൻസ് നമ്മൾ കാണുമ്പോൾ വളരെ ബോൾഡായിട്ടും സംഗതി ഉഷാറായിട്ടൊക്കെ തോന്നും. അതുപോലെ ഒരുപാട് ലോജിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർക്ക് ബോൾഡ് ഇൻ ദ സെൻസ് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ സോഫ്റ്റ് നേച്ചർഡായ ആളുകളായിരിക്കും, പക്ഷേ പുറമേ കാണിക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവർ പൊതുവെ ഇമോഷണലായ സാധനങ്ങളൊന്നും അങ്ങനെ എക്സ്പ്രസ് ചെയ്യില്ല. അതായത് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ, ഫീലിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള സാധനമായിട്ടാണ് അവരെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ നമ്മൾക്കൊരു പ്രശ്നമുണ്ട് വിചാരിക്കുക, നമ്മളിങ്ങനെ കരഞ്ഞ് ബഹളം വെച്ച് അയ്യോ എന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അവർ വളരെ ഇറിറ്റേറ്റഡ് ആകും. കാരണം അവരത് വല്ലാണ്ട് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ എന്താണ് പോയിൻ്റ് എന്ന് കൃത്യമായി പറയണം. അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇമോഷണലി ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് കാണിക്കണമെന്നൊന്നുമില്ല. സാധാരണ ഇവർ കാണിക്കണമെന്നില്ല. പിന്നെ അവർക്ക് ഒരുപാട് ട്രോമ സ്റ്റേജിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ അത് അവരത് എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു സെൽഫ് കെയർ ചെയ്തിട്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ ഇമോഷണലായ സാധനങ്ങളെക്കുറിച്ച് അങ്ങനെ വെറും വാവിട്ട് തന്നെ വിളിച്ച് നെർവസായിട്ട് സ്ട്രെസ് അടിച്ച് അങ്ങനെ ചെയ്യലില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ INTJസിൻ്റെ ഇമോഷണലായിട്ടുള്ള ഒരു സാധനത്തിനെ കുറിച്ച് ധാരണയ്ക്ക് അവർക്ക് ഈ സോഷ്യൽ ബാറ്ററി വളരെ ലോ ആണ്. അപ്പോൾ ഇമോഷണലായ കാര്യങ്ങളൊക്കെ അവരോട് സംസാരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ആ സാധനത്തെ അറിയിക്കുക. അതായത് ഒരു മരണം നടന്നു, അതുകൊണ്ട് എനിക്ക് സങ്കടമുണ്ട്, അല്ലെങ്കിൽ ഒരു ഡെത്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എനിക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി. അപ്പോൾ അവർക്കത് മനസ്സിലാവും സാധനം. അല്ലാണ്ട് ഒട്ടും ലോജിക്കില്ലാത്ത രീതിയിൽ കരഞ്ഞ് ബഹളം വെച്ച് മാനസിക വിഭ്രാന്തി കാണിക്കുന്ന രീതിയിലൊക്കെ ആകുമ്പോൾ അവർ ചിലപ്പോൾ വിട്ടുപോകും. കാരണം അവർക്കത് താങ്ങാൻ കഴിയില്ല. അത് അവരോട് ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവരോട് ഇടപഴകുമ്പോൾ നമ്മുടെ ഇമോഷണലായ കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് എന്ന് കരുതി അവർ എമ്പതി ഇല്ലാത്ത ആളുകളൊന്നുമല്ല. അവർക്കത് എങ്ങനെ ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർക്ക് നമ്മളെ ആശ്വസിപ്പിക്കാനൊന്നും അറിയില്ല. എങ്ങനെ ആശ്വസിപ്പിക്കേണ്ടതെന്നൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും. ഇമോഷൻസ് അത്രയും പ്രൈവറ്റായ കാര്യങ്ങളായിട്ടാണ് അവരെടുക്കുന്നത്. ഇപ്പം അവർക്ക് ഈ ലോജിക്കിനാണ് ഒരുപാട് ഇമ്പോർട്ടൻറ്റ്. അത് എത്ര ഇമോഷണലായ കാര്യങ്ങൾ, എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിൽ വളരെ ലോജിക്കലി കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ പ്രാധാന്യം എടുക്കുന്നത്. റീസണിങ് നല്ല പ്രാധാന്യം കൊടുക്കുക. അതായത് IQ ഈ സാധനം ഉണ്ടല്ലോ, ഇൻ്റലിജൻസ്, ഇതിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഇൻ്റലിജൻ്റായ രീതിയിലുള്ള ആളുകളായിരിക്കണം എന്നല്ല. ഈ ഇഡിയറ്റ്സിനെ അവർക്ക് താല്പര്യമില്ല. മഹാ ഇഡിയറ്റായിട്ട് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് തേങ്ങത് അങ്ങനെ സാധനമുണ്ട്. പിന്നെ ചുമ്മാ ടൈം പാസിനൊന്നും അവർക്ക് തീരെ താല്പര്യമില്ല. വെറുതെ ഇമോഷണലായ കാര്യങ്ങൾ പറഞ്ഞ് അവരങ്ങനെ ഒരു സമയം കളയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവർക്കും ഇതിനേക്ക് വലിയ പ്രശ്നങ്ങൾ, ഇമോഷണലായ വിഷയങ്ങൾ അവർ അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളിൽ കടന്നിങ്ങനെ പുകയുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് അവർ മുഖം എന്ന് പറഞ്ഞാൽ വളരെ കൂളായി കാമായ പോലെ തോന്നും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പുകയായിരിക്കും. അപ്പോൾ അതാണ് INTJ ഫീമെയിൽസിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ INTJ ഫീമെയിൽസ് വലിയ രീതിയിൽ അവർ ബ്രേക്കപ്പ് കിട്ടുക, അല്ലെങ്കിൽ അവരെല്ലാവരും കൂടി പറ്റിക്കുക, ഒറ്റപ്പെടുത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധാരണ അവർ ചെയ്യുമ്പോൾ അവരത് ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ അവർക്കൊരു വലിയൊരു പ്രശ്നം വിചാരിക്കുക. അപ്പോൾ നമ്മളൊരു INTJ ഫീമെയിൽസിന് ഇമോഷണലി വലിയൊരു ഇഷ്യൂ ഉണ്ട്. അവർ അങ്ങനെ ഒരു ട്രോമ സ്റ്റേജിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സെൽഫ് കെയർ ഒക്കെ അവർ ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജൊക്കെയാണ് വിചാരിക്കും. സാധാരണ അവരെന്താ വെച്ചാൽ അവർക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അല്ലാണ്ട് അപ്പുറത്തുള്ള ഒരാൾക്കല്ല. പക്ഷേ അവരൊരാളെ വിശ്വസിച്ച് കുറേ കാലം കഴിഞ്ഞ് അവർക്കൊരു ട്രോമ സ്റ്റേജിൽ കൂടെയൊക്കെ പോയി ഒരു തേപ്പൊക്കെ കിട്ടി ട്രോമ സ്റ്റേജിൽ കൂടെയൊക്കെ പോയി ഒരു അവസ്ഥയിലാണെങ്കിൽ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ ഒരു ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപക്ഷെ നമ്മളെ ഗോസ്റ്റ് ചെയ്ത് പോകും, ഒറ്റ പോക്കാണ്ട് പോകും. പിന്നെ കുറേ കഴിഞ്ഞിട്ടാവും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ അവരോട് ചൂടായിട്ടൊന്നും കാര്യമില്ല. അവരങ്ങനെയൊക്കെയാണ് സെൽഫ് കെയർ ചെയ്യുന്ന പാവങ്ങൾ. പിന്നെ അവർ നമ്മളോട് ഒരു കാര്യം, ഇപ്പോൾ അവർ സങ്കടപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം അവർ റിപ്ലൈ തരില്ലെങ്കിൽ നമ്മൾ വീണ്ടും കുത്തി വെറുപ്പിക്കാണ്ടിരിക്കുക. അവർ ആ സാധനം പ്രോസസ്സ് ചെയ്ത് നല്ലൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, കൂളായിട്ടുണ്ടെങ്കിൽ, നോർമലായിട്ടുണ്ടെങ്കിൽ അവരൊന്ന് സംസാരിക്കും, എന്തായത് എങ്ങനെയാണ് കാര്യം എന്നൊക്കെ. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ചെകഞ്ഞാണ്ടിരിക്കുക. ഇതിങ്ങനെയല്ലേ, എന്താ സംഭവിച്ചു, അന്നെന്ത് സംഭവിച്ചു, ഇമോഷണലായുള്ള വല്ലാണ്ട് കാര്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുകയും ചെയ്യുക, വല്ലാണ്ട് അങ്ങോട്ട് അവരോട് പറയാണ്ടിരിക്കാനും ശ്രമിക്കുക. കാരണം അവർ ഈ ഒരു സോഫ്റ്റ് എനർജി അല്ലെങ്കിൽ ഒരു കൂൾ വൈബുകൾ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവർക്ക് അതിനുള്ള ഊർജ്ജമുള്ളൂ പാവങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അവരോട് ഇടപഴകുമ്പോൾ അങ്ങനെ കൂളായിട്ടുള്ളൊരു വൈബ് പുറത്ത് കാണിക്കാൻ, ഷെയർ ചെയ്യാൻ
ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. പിന്നെ INTJ ഫീമെയിൽസിൻ്റെ കാര്യം എന്താ വെച്ചാൽ ഇവർ അൺഹെൽത്തി ആയ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഇവർ സാധാരണ ഉള്ള നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പക്ഷെ മാറും. അവർ ഈ പറയുന്ന പോലെ ഇപ്പോൾ അവർക്ക് ആ സമയത്ത് ഒരുപാട് ആളുകളായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് അങ്ങനെയുള്ള സാധനമായിട്ട് അവർ പോകുന്നുണ്ടായിരിക്കാം, ഒരുപാട് ഫ്ലേട്ടിംഗ് ആയിട്ട് വല്ലാണ്ട് രീതിയിൽ അവർ പോകുന്നുണ്ടായിരിക്കാം, അവർ ഈ പറയുന്ന മാതിരി ആൽക്കഹോൾ കൺസംഷൻ അങ്ങനെ രീതിയിലൊക്കെ പോകുന്നുണ്ടായിരിക്കാം, ഒട്ടും ബെല്ലും ബ്രേക്കും ഇല്ലാണ്ട് ലൈഫ് ഒക്കെ ഉണ്ടായിരിക്കാം, എക്സ്ട്രോവേർട്ടിനെ പോലെ ഇടപെടുന്നുണ്ടായിരിക്കാം, ആളുകൾ ഡയറക്റ്റ് തെറി വിളിക്കുന്നുണ്ടായിരിക്കാം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അത് ആ ടൈമിൽ അവർക്ക് ആ ട്രോമേനെ അവർ അതിജീവിക്കുന്ന ഒരു പക്ഷേ അങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് കെയർ ഒക്കെ ചെയ്ത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് മെഡിക്കേഷനൊക്കെ ചെയ്ത് വേണ്ട മരുന്നുകളൊക്കെ കഴിച്ച് നല്ല രീതിയിലൊക്കെ വെക്കുന്ന സമയത്ത് പിന്നെ വീണ്ടും അവർ ഒരു ഒതുക്കം വന്ന രീതിയിൽ അവരുടേതായ രീതിയിൽ ലോജിക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇൻ്റലിജൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ലൈഫിലേക്ക് അവർ പോകും. അപ്പോൾ അതൊക്കെയാണ് സംഭവം. പിന്നെ അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫിൽ എത്ര ഇമോഷണലി സാധനങ്ങളുണ്ടെങ്കിലും അത് നമ്മൾ പോയിട്ട് കുഴപ്പമില്ല കേട്ടൊക്കെ ശരിയാവും കേട്ടോ, എന്താ പ്രശ്നം, അവർക്കത് ഇഷ്ടമല്ല. അവർക്ക് ആ സാധനം ഷെയർ ചെയ്യാൻ പൊതുവേ ആഗ്രഹം ഉണ്ടായിരിക്കില്ല. നമ്മളാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരാൾ എന്നൊക്കെ വിചാരിക്കില്ല. അവരങ്ങനെയല്ല. അവരങ്ങനെ ഇമോഷണലി പ്രശ്നം വരുമ്പോൾ അവർ ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാനാണ് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് കുഴപ്പമില്ല കേട്ടോ ഞാനുണ്ടിട്ട് കൂടെ പറയും എന്താ വിഷയം, അവർക്ക് തലക്ക് ഭ്രാന്താവും. അവർ ചിലപ്പോൾ നമ്മളെ പച്ചത്തറി വിളിച്ച് നമ്മളെ ആറ്റി പിടിക്കും, ചിലപ്പോൾ നമ്മളെ അപ്പം വെച്ച് ബ്ലോക്ക് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. INTJs എന്ന് പറഞ്ഞാൽ പുറത്ത് ഭയങ്കര ബോൾഡായിട്ടും ചിലപ്പോൾ വളരെ ക്രൂവലായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പഞ്ചപാവങ്ങളാണ്. അവർക്ക് വളരെ സെൻസിറ്റീവായ ഒരു ഹാർട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അവർ ഇൻ്റലിജൻസ് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ചുമ്മാ വളരെ ഒലിപ്പീര് പരിപാടിയായിട്ട് പോകാണ്ടിരിക്കുക ഒരു കാര്യമില്ല. അതുകൊണ്ട് പിന്നെ ചില ആളുകൾ ഭയങ്കര ഞാൻ വലിയ ഇൻ്റലിജൻ്റ് ആണ് ലെവലൊക്കെ വലിയ വർത്തമാനം പറയും. അതൊരു അറഗൻ്റ് ആവാണ്ടിരിക്കുക. ചില ആളുകൾ ഇങ്ങനെ വളരെ അറഗൻസ് കാണിക്കും. എന്നുവെച്ചാൽ നോവലിൽ ഇതാണ് വെൽ ഡ്രസ്ഡ് ആയിട്ട് കൂളായിട്ട് ഇമോഷണലി ഉള്ള കാര്യങ്ങളൊന്നും പറയാണ്ടിരിക്കുന്നത്. INTJsന് അങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചിലപ്പോൾ അവരായിട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു കണക്ഷനും ഫിസിക്കൽ റിലേഷനും ഒക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വളരെ ജെന്യുവനായിട്ട് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഒഴിവാക്കും. കാരണം നമ്മൾ ഇമോഷണലായിട്ട് ഒരു പക്ഷേ അവരോട് സംസാരിക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞൊരു ടൈപ്പ് ഉണ്ടല്ലോ, ഇമോഷണലി ഒട്ടും കണക്ഷൻ ഇല്ലാണ്ട് ഇങ്ങനെ ഫിസിക്കൽ റിലേഷൻ മാത്രം ആഗ്രഹിക്കുന്ന എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രത്യേക ലെവലിൽ അവർ വിട്ടു പോകും. അവർ സെറ്റാവില്ല. പക്ഷേ ഒരു പക്ഷേ കല്യാണം കഴിക്കാനൊക്കെ ഇവരായിട്ട് സെറ്റാവുണ്ടായിരിക്കും. അതാണ് ഇതിലൊരു അപകടം. അവർ അങ്ങനെയുള്ള ആളുകൾ കല്യാണം കഴിച്ചൊക്കെ കൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഒരുപാട് ജെന്യുവനായിട്ട് അവർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഒരു പക്ഷേ അവർക്കത് ഇഷ്ടമാവുന്നില്ല. കാരണം അവർക്ക് ഇമോഷണലി നമ്മൾ കാര്യങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യുമ്പോൾ ആ രീതിയിൽ അവർക്കൊരു വൈബ് കൊടുക്കുമ്പോൾ അവർക്ക് സെറ്റാവില്ല. കാരണം അവർ ഭയങ്കര ടയേർഡാവും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് ആദ്യം പറഞ്ഞ ടൈപ്പിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അവർക്ക് ഇമോഷണലി കണക്റ്റ് ആവണില്ല എന്ന് തോന്നണമെങ്കിൽ ഒരു പ്രത്യേക സ്റ്റേജിൽ അവർ നിർത്തുന്നുണ്ടായിരിക്കും. കാരണം ഇതൊരു പക്ഷേ ഇമോഷണലി കണക്റ്റ് ആവാത്തൊരവസ്ഥ വരുമ്പോൾ ചീറ്റിങ്ങൊക്കെ സംഭവിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്കൊരു ലൈഫിൻ്റെ പ്രത്യേക മൊമെൻറ്റിൽ മനസ്സിലാവും ഇതല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഒരു തമ്മിലുള്ള കണക്ഷനും ഇല്ല എന്നൊക്കെ അവർ തോന്നുന്നുണ്ടാവും. കാരണം അവരിങ്ങനെ മെച്യൂർഡായി വരുന്നതിനനുസരിച്ചിട്ട് അവർക്ക് ഇമോഷൻസിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുക വരും. ഇമോഷണലി എക്സ്പ്രസീവ് ആവണം എന്നുള്ളൊരു സാധനത്തിലേക്ക് അവരെത്തും. അപ്പോൾ ഒരു 20-ാമത്തെ 25-ാമത്തെ വയസ്സിലുള്ള ഒരു INTJ ഫീമെയിലിൻ്റെ ഒരു അവസ്ഥയല്ല. അപ്പോൾ ആ സമയത്ത് ഒരു പക്ഷേ ഇമോഷൻസിനും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടായിരിക്കില്ല. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല ഒരു 35-40 വയസ്സ് കഴിഞ്ഞാൽ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നറിയോ, ഒരു ഭയങ്കരമായിട്ട് ഇമോഷണലി എക്സ്പ്രസീവ് ആവാൻ ഇമോഷൻസ് കിട്ടാനൊക്കെ ആഗ്രഹിക്കും. അപ്പോൾ ബെസ്റ്റ് പരിപാടി. അപ്പോൾ അപ്പോഴാണ് നമുക്ക് വളരെ ജെന്യുവനായി ഇമോഷണലി എക്സ്പ്രസീവായ ഒരാളുടെ വിലയൊക്കെ അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാനിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഒരു INTJ ഫീമെയിലിനെ വലിയ രീതിയിൽ ഇഷ്ടമായിരുന്നു. അയാൾ INTJ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മൾ ഭയങ്കര ഇമോഷണലി എക്സ്പ്രസീവായ ഒരു രീതിയിലൊക്കെ അവർക്കത് ഭയങ്കര പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ സാധനം, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവർക്ക് കൂൾ വൈബുകൾ കൊടുക്കാൻ ശ്രമിക്കുക. സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക. എന്തെങ്കിലും ഒരു മേഖലയിൽ വളരെ പാഷനായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ഒരു INTJ ഫീമെയിലിൻ്റെ ലൈഫുണ്ട് പറഞ്ഞാൽ അടിപൊളിയാണ്. അങ്ങനെയുള്ള ഒരാളെ കല്യാണം കഴിച്ച് കൂടെ അടിപൊളിയായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരിക്കും. അതിൻ്റേതായ ചലഞ്ചിങ് ആയ സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം ആൾ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ബ്രെയിൻ അടിപൊളിയായിരിക്കും. അതായത് നമുക്ക് ഇൻ്റലക്ച്വലി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവരോടൊക്കെ ഷെയർ ചെയ്താൽ മതി. അവർ നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നമ്മളെ കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ INTJ ഫീമെയിൽസിനെ പലരും പറയുന്നുണ്ട് പറ്റിക വളരെ ബുദ്ധിമുട്ടാണെന്ന്. പക്ഷേ പാവങ്ങൾ അങ്ങനെയല്ല, പറ്റിക എളുപ്പമാണ്. കാരണം അവർ അതായത് സാധാരണ എന്താ പറയുക, ഇമോഷണലി വളരെ സെൻസിറ്റീവായ ആളുകൾ, വളരെ ജെന്യുവനായ ആളുകളായിരിക്കും പൊതുവേ. പക്ഷേ ഇപ്പോഴും അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ വളരെ ക്രൂവലായ ഒരു അവസ്ഥയിലേക്ക് പോകണ്ടായിരിക്കും. പക്ഷേ INTJ ഫീമെയിൽസ് അങ്ങനെയുള്ള ആളുകളെ വില ഉണ്ടാവില്ല.
INTJ ഫീമെയിൽസിന് വളരെ സ്മാർട്ടായിട്ട് നിൽക്കുന്ന ആളുകളെ വലിയ വില, അവരോട് ഒരു കമ്പനി ഉണ്ടായിരിക്കുക, അവരായിട്ട് ചിലപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും ഒക്കെ. പക്ഷേ ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോഴാണ് ഇത് മാറും. പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഈ ഇങ്ങനെ അറഗൻ്റായ ആളുകളൊക്കെ എന്ന് വെച്ചാൽ അവർ എത്രത്തോളം ഫേക്കാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവുണ്ടാവും. അതേപോലെ തന്നെ തുടക്കത്തിൽ വളരെ ഇമോഷണലായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്ന് വെച്ചാൽ അവർ ഒരു പ്രത്യേക സ്റ്റേജ് കഴിയുമ്പോൾ കുറച്ച് സ്മാർട്ടായി കൂളായിട്ടൊക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോഴാണ് ഇവരുടെ വില അവർക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. സോ അതൊക്കെ മനസ്സിലാക്കുക. അങ്ങനെയുള്ളൂ. നമ്മൾ എത്ര സിനിമ കണ്ട ഒരു സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് പാനിക് അറ്റാക്കും ട്രോമയും ഒക്കെ അവസ്ഥയിൽ വന്നുള്ളൊരു സാധനമായിരുന്നു. വളരെ ഫേക്കായ ഒരു ലോകത്തേക്കാണോ ഈ പല ആളുകളും പോകുന്നത്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ പോകുന്നു എന്നൊക്കെ. അതിപ്പോൾ INTJ എന്നല്ല, ആരായാലും അങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നോട്ട് കാര്യമില്ല. നമ്മൾ ഇപ്പോൾ ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഏത് സിനിമയെ കുറിച്ച് പറയും നോർമൽ പീപ്പിൾ എന്നുള്ളൊരു സീരീസിൻ്റെ കണ്ടിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നോർമൽ പീപ്പിളിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അത് നോർമൽ പീപ്പിൾ കാണും, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിലൊരു ആ ക്യാരക്ടേഴ്സുമായിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ബന്ധമുണ്ട്. എവിടെയൊക്കെ ഒരു സ്പാർക്കും സാധനങ്ങളൊക്കെ അത്രയും.